ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2023 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു ദ ഇൻഡയറക്റ്റ് സ്പീച്ച്. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക്, സെഡ് റാണി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് വൺ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഈ സെൻറ്റൻസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് സെൻറ്റൻസ് ആണ്. സെൻറ്റൻസ് 4 വിധം ഉണ്ടല്ലോ. അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് സെൻറ്റൻസ് ആണ് ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ്. അപ്പോൾ ഈ സെൻറ്റൻസിന് ഇങ്ങനെ 2 പാർട്ടുണ്ടല്ലേ. സെഡ് റാണി എന്നുള്ളത് റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയും. ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് സ്പീച്ച് പാർട്ട് എന്ന് പറയും. ഈ 2 പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ദാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണെങ്കിൽ ഈ 2 പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ദാറ്റ് യൂസ് ചെയ്യും. പിന്നെ ഇവിടെ ഈ ലാസ്റ്റ് വീക്ക് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറുമ്പം അത് പ്രീവിയസ് വീക്ക് എന്നായിട്ട് മാറും. ലാസ്റ്റ് വീക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ പറയുമ്പം അത് പ്രീവിയസ് വീക്ക് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറും. അതായത് ഇവിടെ റാണി പെണ്ണായതുകൊണ്ട് ഐ എന്നുള്ളത് ഷീ ആയിട്ട് മാറി. പിന്നെ ഇവിടെ ഈ സെഡ് ഉണ്ടല്ലോ, റിപ്പോർട്ടിംഗ് വെർബ് എന്നാണ് ഈ സെഡിന് പറയുന്നത്. ഇവിടെ ഈ സെഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലും സെഡ് തന്നെ ആയിരിക്കും. സെഡ് ടു എന്നാണെങ്കിൽ അത് ടോൾഡ് ആയിട്ട് മാറും. അത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ സെഡ് എന്നുള്ളത് സെഡ് തന്നെ ആയിരിക്കും. സെഡ് ടു എന്ന് വന്നാൽ ടോൾഡ് ആയിട്ടത് മാറും. ഇവിടെ ഇപ്പോൾ സെഡ് ആയതുകൊണ്ട് സെഡ് തന്നെ വരത്തുള്ളൂ. പിന്നെ ഉള്ളത് ഇവിടെ ഈ വിസിറ്റഡ് ഉണ്ടല്ലോ, അത് സിമ്പിൾ പാസ്റ്റ് അല്ലേ. വിസിറ്റഡ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ സിമ്പിൾ പാസ്റ്റ് ഒന്നുകിൽ അത് പാസ്റ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും മാറുന്നത്. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് പാസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചേഞ്ച് ആയിരിക്കുന്നത്? വിസിറ്റഡ് എന്നുള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഇവിടെ ഹാഡ് വിസിറ്റഡ് ആയിട്ടാണ് ചേഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസ് ഇങ്ങനെ വരും: റാണി സെഡ് ദാറ്റ് ഷീ ഹാഡ് വിസിറ്റഡ് മുംബൈ ദ പ്രീവിയസ് വീക്ക്. ഇപ്പം ഈ ഓപ്ഷനിലാണെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റും. കാരണം ഇവിടെ ഈ ലാസ്റ്റ് വീക്ക് എന്ന് ഉള്ളത് ഇൻഡയറക്റ്റ് സ്പീച്ചിലെ പ്രീവിയസ് വീക്ക് ആയിരിക്കുന്നത് ഓപ്ഷൻ ഡിയിൽ മാത്രമാണ്. വാട്ട് ഡസ് ദ പ്രിഫിക്സ് എക്സ്ട്രാ മീൻ ഇൻ ദി വേർഡ് എക്സ്ട്രാ ഓർഡിനറി? ബിയോണ്ട്. അതായത് എക്സ്ട്രാ ഓർഡിനറിയുടെ പ്രിഫിക്സ് ആണ് എക്സ്ട്രാ എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിയോണ്ട് എന്നാണ് വരിക. അതായത് എക്സ്ട്രാ ഓർഡിനറിയുടെ അർത്ഥം അസാധാരണമായി എന്നാണ്. ഓർഡിനറി എന്ന് പറഞ്ഞാൽ സാധാരണം, എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുമ്പം അസാധാരണമായി എന്നാണ്. അപ്പം ഇവിടുത്തെ ഈ ബിയോണ്ടിൻ്റെ അർത്ഥം പരിധിക്കും അപ്പുറം. അപ്പോൾ അസാധാരണം, അങ്ങേയറ്റം, ആ പരിധിക്കും അപ്പുറം എന്നുള്ള മീനിങ്ങിൽ ബിയോണ്ടാണ് വരുന്നത്. ഇവിടെ ഈ എഗനിസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം എതിരെന്നാണ്. സിമിലർ എന്ന് പറഞ്ഞാൽ സമാനമായത്. അപ്പോൾ അതൊന്നും ഇവിടെ മാച്ച് ആവത്തില്ല. ഇവിടെ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ ബിയോണ്ടാണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ സ്യൂട്ടബിൾ ആർട്ടിക്കിൾ ഫ്രം ദി ചോയ്സസ് ഗിവൺ ബിലോ. ഡാഷ് യു ഈസ് എ ഫീമെയിൽ ഷീപ്പ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. അതായത് AU എന്നാണ് പറയുന്നത്. EWE എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത് യു എന്നാണ്. അപ്പോൾ അത് കൺസോണൻ്റ് സൗണ്ടിലാണത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മുമ്പിൽ വരുന്ന ആർട്ടിക്കിൾ എ ആയിരിക്കും. ഓർത്ത് വയ്ക്കുക, ഈ യു എന്നുള്ളതിൻ്റെ മുമ്പിൽ വരുന്ന ആർട്ടിക്കിൾ എ ആയിരിക്കും. EWE പ്രൊനൗൺസ് ചെയ്യുന്നത് യു എന്നാണ്. അപ്പോൾ അതൊരു കൺസോണൻ്റ് സൗണ്ടിൽ പ്രൊനൗൺസ് ചെയ്യുന്നതുകൊണ്ട് അതിന് മുമ്പിൽ വരുന്ന ആർട്ടിക്കിൾ എ ആണ്. സാധാരണയായിട്ട് നമ്മൾ എങ്ങനെയാണ് വവൽ ലെറ്റേഴ്സിന് മുമ്പിൽ വവൽ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് മുമ്പിൽ ആൻ ചേർക്കും. കൺസോണൻ്റ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന് മുമ്പിലാണെങ്കിൽ എ ചേർക്കും. അപ്പോൾ ഇത് വവൽ ലെറ്റേഴ്സിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇയിലാണല്ലോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്.
പക്ഷേ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് കൺസണൻറ്റ് സൗണ്ടിലായതുകൊണ്ടാണ് ആർട്ടിക്കിൾ എ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് പ്ലൂറൽ ഫോം ഫോർ ദി സ്റ്റിമുലസ്. ഓപ്ഷൻ സി സ്റ്റിമുലി. ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ വേർഡ് അവസാനിച്ചിരിക്കുന്നത് യു എസിലാണ്. സ്റ്റിമുലസിലെ എൻഡ് ചെയ്യുന്നത് യു എസിലാണ് അവസാനിക്കുന്നത്. യു എസിൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ആ യു എസ് മാറ്റിയിട്ട് അവിടെ ആയി ചേർത്താൽ മതി. ഈ യു എസ് മാറ്റിയിട്ട് അവിടെ ആയി കൊടുക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? സ്റ്റിമുലസ് എന്നുള്ളത് സ്റ്റിമുലി ആയി മാറും. യു എസ് മാറി ഐ ആയി, അപ്പോൾ സ്റ്റിമുലസ് എന്നുള്ളത് സ്റ്റിമുലി എന്നായി മാറി. അതാണ് ഇതിൻ്റെ പ്ലൂറൽ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ആൻസർ ഫോർ ദി കണ്ടീഷണൽ സെൻറ്റൻസ്. ഇഫ് യു ഹാഡ് സ്റ്റഡീഡ് വെൽ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. അപ്പോൾ ഇവിടെ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്, വുഡ് ഹാവ് ഗോട്ട്. അതായത് ഹാർഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ അത് വുഡ് ഹാവ് പ്ലസ് V3 ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഹാർഡ് പ്ലസ് സ്റ്റഡീഡ് എന്നുള്ളത് ഹാർഡ് പ്ലസ് V3 ഫോമാണ്. അപ്പോൾ അത് ചേഞ്ച് ആവുന്നത് വുഡ് ഹാവ് പ്ലസ് V3. അപ്പോൾ വുഡ് ഹാവ് ഗെറ്റ് എന്നുള്ളത് ഗോട്ടാണ്, V3. വുഡ് ഹാവ് ഗോട്ട് എന്ന് വരും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. ദ എക്സാം ഈസ് ഡാഷ് ദാൻ ദ ലാസ്റ്റ് വൺ. ഓപ്ഷൻ ബി ഈസിയർ. ഇത് കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിഗ്രി ഓഫ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അത് കമ്പാരിറ്റീവ് ഡിഗ്രി, അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അല്ലെങ്കിൽ വേറൊരു ഡിഗ്രിയും ഉണ്ട് കേട്ടോ, പോസിറ്റീവ് ഡിഗ്രി. അത് വളരെ സിമ്പിളാണ്. കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് ഇവിടെ ഇപ്പോൾ ആവശ്യമുള്ളത്. കാരണം ദാൻ ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി, ദാൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും കമ്പാരിറ്റീവ് ഡിഗ്രിയേ വരുള്ളൂ. അപ്പോൾ ഈസിയുടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഈസിയറാണ്. ഈസിയുടെ കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ ദാൻ ഉള്ളത് കൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ് മനസ്സിലായി. ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വെറുതെ ഒന്ന് കേട്ടോ. ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ 3 ടൈപ്പാണ്. ഒരെണ്ണം പോസിറ്റീവ് ഡിഗ്രി, ഒരെണ്ണം കമ്പാരിറ്റീവ് ഡിഗ്രി, ഒരെണ്ണം സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങൾ കൂടുതലും കേട്ടിരിക്കുന്നത് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസാണ്. പക്ഷേ പോസിറ്റീവ് ഡിഗ്രി എന്നും കൂടി ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നുമില്ല, ജസ്റ്റ് ഈ തന്നിരിക്കുന്ന ഈ ഫോം തന്നെയാണ്. ഇപ്പം നമുക്കിവിടെ ഈസി തന്നിട്ടില്ലേ, അതാണ് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി. ഈസി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈസി കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ ഈസി ആയിരിക്കും പോസിറ്റീവ് ഡിഗ്രി, ഈസിയർ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് ഡിഗ്രി, ഈസിയസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം. ബിഗ് ആണെങ്കിൽ ബിഗിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ബിഗ് തന്നെ ആയിരിക്കും. അതുപോലെ കമ്പാരിറ്റീവ് ഡിഗ്രി ബിഗ്ഗർ ആയിരിക്കും, സൂപ്പർലേറ്റീവ് ഡിഗ്രി ബിഗ്ഗസ്റ്റ് ആയിരിക്കും. അതുപോലെ ലാർജ് എന്ന് പറഞ്ഞിട്ടൊരു വേർഡാണെങ്കിൽ ഈ ലാർജിൻ്റെ പോസിറ്റീവ് ഡിഗ്രി ലാർജ് തന്നെയായിരിക്കും, കമ്പാരിറ്റീവ് ഡിഗ്രി ലാർജർ ആയിരിക്കും, സൂപ്പർലേറ്റീവ് ഡിഗ്രി ലാർജസ്റ്റ് ആയിരിക്കും. PSC ഇന്ന് വരെ പോസിറ്റീവ് ഡിഗ്രി ചോദിച്ചതായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ചോദിക്കുമെന്നും അറിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ. ഇപ്പം PSC ഒരുപാട് നമ്മൾ കേട്ടിട്ടില്ലാത്ത ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ എങ്ങാനും ചോദിച്ചാലോ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ പോസിറ്റീവ് ഡിഗ്രി പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ കൺഫ്യൂഷനൊന്നും ആകണ്ട കേട്ടോ. നിങ്ങൾക്ക് കൂടുതലും അറിയാവുന്നത് നിങ്ങൾ കേട്ടിരിക്കുന്നതും എന്താ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും മാത്രമാണ്. ഈ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നുമില്ല, ജസ്റ്റ് ആ തന്നിരിക്കുന്ന ഫോം ഉണ്ടല്ലോ അത് തന്നെയാണ് അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിനോണിം ഓഫ് സോറ്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ആൻ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദി ഫോളോയിങ് സെൻറ്റൻസ്. I am an artist dash. ഓപ്ഷൻ സി ആറിൻ്റ് ഐ. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവിലായിരിക്കും, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവിലാണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസ് ഉണ്ടല്ലോ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്, ഐ ആം ആൻ ആർട്ടിസ്റ്റ്. അപ്പോൾ അതിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഐ ആം എന്നുള്ളതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത് ആറിൻ്റ് ഐ ആണ്. ഐ ആം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റ് ഐ എന്നായിരിക്കും വരുന്നത്. ഒരിക്കലും ആമിൻ്റ്, ചിലർ അറിയാതെ ഒന്ന് ആമിൻ്റ് ഐ ആണെന്നൊരു തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ആമിൻ്റ് ഐ വരത്തില്ല. ഐ ആം എന്നുള്ളത് നമ്മൾ തിരിച്ചെഴുതുമ്പോൾ ആമിൻ്റ് ഐ എന്നല്ല വരുന്നത്. ടാഗിലോട്ട് മാറ്റി കഴിയുമ്പോൾ എന്താ ആറിൻ്റ് ഐ. ആമിൻ്റ് ഐ എന്ന് പറഞ്ഞിട്ടൊരു വേർഡേ ഇല്ല, ആറിൻ്റ് ഐ എന്നേ അത് പറയുള്ളൂ. അപ്പോൾ ഐ ആം വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ് ആറിൻ്റ് ഐ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദി വേർഡ് അപ്പാർത്തഡ്. ഓപ്ഷൻ ഡി സെപ്പറേറ്റ്നെസ്. അപ്പാർത്തഡ് എന്ന് പറഞ്ഞാൽ മീനിങ് വർണ്ണവിവേചനം എന്നാണ്.
വർണ്ണവിവേചനം എന്ന് പറയുമ്പോൾ നമ്മൾ വിവേചനം കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേഷൻ അല്ലേ. വിവേചനം എന്ന് പറയുമ്പോൾ എന്താ, ഒരു സെപ്പറേഷൻ അവിടെ കാണിക്കുന്നത്, അവരെ ഒന്ന് മാറ്റി നിർത്തുക. അതാണ് അപ്പാർത്തൈഡിൻ്റെ മീനിങ്, സെപ്പറേറ്റ്നെസ്, വർണ്ണവിവേചനം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മസ്കുലൈൻ ജെൻഡർ ഫോർ ഡച്ചസ്, ഡ്യൂക്ക്? ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്